ഇന്ന് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന 4 പ്രോസസ്സുകളെക്കുറിച്ച് പഠിക്കാം. പ്രഗ്നൻസി, ജെസ്റ്റേഷൻ, പാർച്യൂറിഷൻ ആൻഡ് ലാക്ടേഷൻ. സോ ഫസ്റ്റ് പ്രഗ്നൻസി. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഹ്യൂമൻ ഫീമെയിൽ കൺസീവ്സ് ദ എംബ്രിയോ ഇൻ ഹർ യൂട്രസ്. അതിനെയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൈഗോട്ട് അത് ഡിവൈഡ് ചെയ്ത് ഒരു എംബ്രിയോണിക് സ്റ്റേജിലെത്തുകയും ആ എംബ്രിയോ ഈ ഹ്യൂമൻ ഫീമെയിലിൻ്റെ യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ നമുക്ക് പറയാം പ്രഗ്നൻസി എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളത്. പക്ഷെ ഇത് നടക്കണമെങ്കിൽ ആദ്യം ഈ ഹ്യൂമൻ ഓവറി റിലീസ് ചെയ്യുന്ന ഓവം ഫെർട്ടിലൈസ്ഡ് ആകണം. ആര് വഴി? സ്പേം വഴി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സ്പേം വജൈനയ്ക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി ഓവറി റിലീസ് ചെയ്യുന്ന ഓവ കളക്ട് ചെയ്യുന്നത് ഓവിഡക്റ്റിൻ്റെ മൗത്ത് ആണ്, ഫണലിലേക്കായിട്ടുള്ള മൗത്ത്. അപ്പോൾ അവിടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയ. അപ്പോൾ ഇതുപയോഗിച്ച് ഈ ഓവിഡ്യൂക്കൽ ഫണലിലേക്ക് ഈ ഓവറി റിലീസ് ചെയ്യുന്ന എഗ്ഗ് എത്തുകയും അവിടെ ഈ ഓവിഡക്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് പാർട്ടിലായിട്ട് അവിടെ ആ ഓവം റിമെയിൻ ചെയ്യുകയാണ് ചെയ്യുക. ഒരു 48 hours അതവിടെ റിമെയിൻ ചെയ്യും. അപ്പോൾ ഈ സമയത്ത് അവിടെ സ്പേം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ സ്പേം എങ്ങനെയാണ് സ്പേമിന് ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ആക്സസ് കിട്ടുന്നത്? മെയ്റ്റിംഗ് വഴി അല്ലെങ്കിൽ കോപ്പുലേഷൻ വഴി. അപ്പോൾ ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ഓവുലേഷനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ സ്പേം ഈ ഓവിഡക്റ്റിൽ ഓവം എവിടെയാണോ റിമെയിൻ ചെയ്യുന്നത് അവിടേക്ക് എത്തണം. ഈ സ്പേമിനാണെങ്കിലോ വൺസ് വജൈനയ്ക്കകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേമിൻ്റെ കേപ്പബിലിറ്റി, ഒരു എഗ്ഗ് പെനട്രേറ്റ് ചെയ്ത് അതിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 24 to 72 hours അതിന് ആ കേപ്പബിലിറ്റി റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ, അതായത് ഇത്രയും കൺജീനൽ ആയിട്ടുള്ള ടൈം പീരീഡിൽ ഒരു സ്പേം ഓവത്തിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ ചാൻസസ് ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാ മേറ്റിങ്ങും പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യാത്തത്. കാരണം പ്രഗ്നൻസി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ആദ്യം ഓവം ഫെർട്ടിലൈസ്ഡ് ആകണം. ഓവം ഫെർട്ടിലൈസ്ഡ് ആകണമെങ്കിൽ ഈ ഓവം റിലീസ് ചെയ്യപ്പെടണം. അത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേയിലൊക്കെയാണ് ഓവം റിലീസ് ചെയ്യുള്ളൂ. ഈ റിലീസ് ചെയ്യപ്പെട്ട ഓവം ഫലോപ്പിൻ ട്യൂബിൻ്റെ ഇനീഷ്യൽ പാർട്ടിൽ വെയിറ്റ് ചെയ്യുക. അതിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ സ്പേം വരണം. ഇനി ഈ ഡെപ്പോസിറ്റ് ചെയ്ത സ്പേം ആകട്ടെ അതിനുമുണ്ട് ഒരു കേപ്പബിലിറ്റി പീരീഡ്. അപ്പോൾ അപ്പം ഈ ഓവം റിലീസ് ചെയ്തതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ മേറ്റിംഗ് നടന്നാൽ മാത്രമേ സ്പേം ഈ ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഒരു മേറ്റിങ്ങിൻ്റെ സമയത്ത് സെമനിലൂടെ ഏകദേശം 200 million സ്പേംസ് വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനകത്തൊരു 1000 ഫലോപ്പിൻ ട്യൂബിനകത്തേക്ക് എൻട്രി ഉള്ളൂ. അതിനകത്തൊരു 200 എഗ്ഗിൻ്റെ അടുത്ത് എത്തുള്ളൂ. അപ്പോൾ മിക്കവാറും സ്പേംസിന് ഇതേപോലെ ഓവത്തിനകത്തേക്ക് എത്താൻ പറ്റില്ല. കാരണം കുറേയൊക്കെ ഈ യൂട്രൈൻ സെർവീക്സിന് അവിടെ വെച്ച് തന്നെ കുറേ സ്പേം ഇപ്പം വജൈനയിൽ നിന്ന് സ്പിൽ ഔട്ടായി പോകുന്നതുണ്ട്, അല്ലെങ്കിൽ ഈ സ്പേം ക്ലംപ് ചെയ്യപ്പെടുമ്പോൾ ഇമ്മൊബിലൈസ്ഡ് ആയി പോകുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രോസസ്സുകൾ വഴി വളരെ ചുരുക്കം സ്പേംസിന് മാത്രമേ ഓവത്തിൻ്റെ വിസിനിറ്റിയിൽ എത്താനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ എത്തിയാൽ പോലും ആ ഓവിഡക്റ്റിൽ ഓവം ഉണ്ടെങ്കിലേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഹേർഡിൽസ് മറികടന്നിട്ട് വേണം സ്പേം ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനൊരു റേസ് നേച്ചർ വെച്ചത് തന്നെ എന്തിലായിരിക്കും? ഹെൽത്തിയസ്റ്റ് സ്പേം തന്നെ ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് ക്ലീവേജ് അണ്ടർഗോ ചെയ്യും. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ഈ ക്ലീവേജിനോടൊപ്പം തന്നെ അത് ഫലോപ്പിൻ ട്യൂബ് വഴി താഴേക്ക് മൂവ് ചെയ്യും, യൂട്രസിലെത്തുന്നു, ഇംപ്ലാന്റ് ചെയ്യുന്നു, യൂട്രസിൻ്റെ ഭിത്തിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പ്രഗ്നൻസി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ്. നെക്സ്റ്റ് ജെസ്റ്റേഷൻ ആണ്. ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ the period of development of the embryo or the fetus within the uterus of the mother. അതിനെയാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻസിൽ ജസ്റ്റേഷൻ പീരിയഡ് ഓൺ ആൻ ആവറേജ് 40 weeks ആണ്, അല്ലെങ്കിൽ 280 days.
പക്ഷെ ഇത് വേരി ചെയ്യാം. വിത്ത് വൺ വുമൺ ടു ദി അതർ ഇറ്റ് ക്യാൻ വേരി, ആൻഡ് യൂഷ്വലി ഇറ്റ് ക്യാൻ വേരി ബിറ്റ്വീൻ 37 to 42 വീക്സ്. ഇപ്പോൾ 37 വീക്സ് എന്ന് പറയുമ്പോൾ 259 ഡേയ്സോളം ഉണ്ട്. ഇങ്ങനെയാണെങ്കിലും നോർമലാണ്. അല്ലെങ്കിൽ 42 വീക്സ്, ഒരു 294 ഡേയ്സ് വരെയൊക്കെ, അങ്ങനെയാണെങ്കിലും അത് നോർമലാണ്. 37 വീക്സിൽ താഴെ പോയാൽ അതിനെ പ്രിമച്വർ എന്നാണ് പറയുക. 42 വീക്സിന് മേലെ പോയാൽ അതിനെ പോസ്റ്റ് ടേം അല്ലെങ്കിൽ പോസ്റ്റ് മെച്വർ എന്നാണ് പറയുക. ഒരു ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത് 280 ഡേയ്സ് അല്ലെങ്കിൽ 40 വീക്സ് ആണ്. നോർമലി അത് 37 to 42 വീക്സ് അല്ലെങ്കിൽ 259 to 294 ഡേയ്സ് വരെയൊക്കെ ആകാം. ഇതിൽ ആദ്യത്തെ 8 വീക്ക് സാധാരണ നമ്മൾ ഈ ഗ്രോയിങ് ആയിട്ടുള്ള യങ് വണ്ണിനെ എംബ്രിയോ എന്ന് വിളിക്കും. കൺസീവ് ചെയ്ത് 8 വീക്സിനുള്ളിൽ നമ്മളതിനെ എംബ്രിയോ എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ ഫീറ്റസ് എന്നാണ് വിളിക്കുക. സോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് ഡേ ആണ് ഫെർട്ടിലൈസേഷൻ നടന്നത് അല്ലെങ്കിൽ ഏത് ഡേ ആണ് കൺസീവ് ചെയ്തത് എന്ന് വിഷ്വലി ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരു സ്പെക്കുലേഷനാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഫിസിഷ്യൻസ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക പ്രീവിയസ് ആയിട്ട്, ലാസ്റ്റായിട്ട് മെൻസ്ട്രേഷൻ വന്നത് എന്നാണോ അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഫിസീഷ്യൻസ് ഈ പറയുന്ന ടേമിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആ ഡേന്, അതായത് ലാസ്റ്റ് നോർമൽ മെൻസ്ട്രൽ പീരീഡ്, അതിൻ്റെ ഫസ്റ്റ് ഡേ, അതാണ് ഫിസീഷ്യൻസ് എംബ്രിയോയുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് ഈ ഡേ ആണോ കൺസെപ്ഷൻ നടന്നത്? അല്ല. അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള മെൻസ്ട്രൽ സൈക്കിളിൻ്റെ തുടക്കം, അതായത് ഫസ്റ്റ് ഡേ, അതിനെയാണ് ഫിസിഷ്യൻസ് ഫസ്റ്റ് ഡേ ആയിട്ട് കണക്കാക്കുക. പക്ഷേ അന്ന് ഓവം പോലും റിലീസ് ചെയ്തിട്ടില്ല. അന്ന് തൊട്ട് 14 ഡേയ്സൊക്കെ ആകുമ്പോഴേ ഓവം റിലീസ് ചെയ്യുള്ളൂ. റിലീസ് ചെയ്ത് ഒരു 2 ഡേയ്സിനുള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. അതിന് ഒരു 4 to 5 ഡേയ്സ് കഴിയുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ നടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫിസീഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഡേയിൽ നിന്നും ഒരു 2 വീക്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട് ആക്ച്വൽ കൺസെപ്ഷന്. അപ്പോൾ അങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫിസീഷ്യൻ കണക്കാക്കുന്ന ഏജിന് ജസ്റ്റേഷണൽ ഏജ്, അല്ലെങ്കിൽ ഈ ഒരു ഏജിന് ജസ്റ്റേഷണൽ ഏജ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് ഫിസിഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ജസ്റ്റേഷണൽ ഏജ് ശരിക്കുള്ള ഫെർട്ടിലൈസേഷൻ ഏജിനെക്കാട്ടിലും ഒരു 2 വീക്സൊക്കെ ലോങ്ങർ ആയിരിക്കും. കാരണം ഫിസിഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് മെൻസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഡേ ആണ്. പക്ഷേ എന്തായാലും അത് കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞിട്ടേ പ്രഗ്നൻസി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൺസെപ്ഷൻ നടന്നിട്ടുണ്ടാവുള്ളൂ. ഇനി അപ്പോൾ യൂഷ്വലി നമ്മളതിൻ്റെ ഒരു 2 വീക്സ് ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ ജസ്റ്റേഷണൽ ഏജും അതുപോലെ ഫെർട്ടിലൈസേഷൻ ഏജും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണക്കാക്കുന്നത്. ഇനി അടുത്തത്, ഈ എംബ്രിയോ അത് യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ എംബ്രിയോയിൽ നിന്ന് 4 മെംബ്രെയിൻസ് എംബ്രിയോയുടെ ഗ്രോത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ്. ഇപ്പോൾ ആംനിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, ഇപ്പോൾ ബേർഡ്സ്, അതേപോലെ തന്നെ റെപ്റ്റൈൽസ്, മാമൽസ്, ഇവരുടെയൊക്കെ എംബ്രിയോയിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് കോറിയോൺ, ആംനിയോൺ, അലൻഡോയിസ് ആൻഡ് യോക്സാക്. പല ഡിഗ്രിയിലാണ് പല ഓർഗാനിസംസിലും ഇത് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻസിൻ്റെ കേസിൽ ഈ യോക്സാക് എന്ന് പറയുന്നത് വളരെ റൂഡിമെൻ്ററി ആണ്, ഒട്ടും ഡെവലപ്ഡ് അല്ല. നേരെ മറിച്ച് ബേർഡ്സിൽ അത് വളരെ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ബട്ട് എനിവേ 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആണ് റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസിൻ്റെ ഗ്രോത്തിൽ ഈ എംബ്രിയോനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എംബ്രിയോമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് എംബ്രിയോണിക് ടിഷ്യൂ എന്നാണ് ഉണ്ടാവുന്നത്. ഇനി ഈ എംബ്രിയോനെ സറൗണ്ട് ചെയ്യുന്ന ഒരു ബാഗായിട്ടാണ് ആംനിയോൺ എന്ന് പറയുന്ന മെംബ്രെയിൻ ഇരിക്കുക. ഈ ബാഗിനെ നമുക്ക് ആംനിയോട്ടിക് സാക്ക് എന്ന് വിളിക്കാം. അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. അതിനെ ടെക്നിക്കൽ ടേംസിൽ ലിക്കർ ആംനിയൈ എന്ന് വിളിക്കും. പ്രഗ്നൻസി അത് പറഞ്ഞു, ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ 37 and 42 വീക്സ്. ഇപ്പോൾ 42 വീക്സിനെയൊക്കെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് മെച്യൂർ ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, ഫീറ്റസിനും മദറിനും ഒക്കെ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. ഇനി ഈ പ്രഗ്നൻസിയെ അല്ലെങ്കിൽ ജസ്റ്റേഷൻ പീരീഡിനെ നമ്മൾ 40 വീക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 9 months പ്ലസ് എ ഫ്യൂ ഡേയ്സ്.
അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ 9 മന്ത്സിനെ 3 ട്രൈമെസ്റ്റർ ആക്കി തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 3 മന്ത്സ് ആണ് ഫസ്റ്റ് ട്രൈമെസ്റ്റർ, അല്ലെങ്കിൽ ഫസ്റ്റ് 12 വീക്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമെസ്റ്റർ എന്ന് വിളിക്കുക. അടുത്ത 12 വീക്സിനെയാണ് നമ്മൾ സെക്കൻഡ് ട്രൈമെസ്റ്റർ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞാൽ അതായത് വീക്സ് 13 to 28 ഓഫ് പ്രഗ്നൻസി ഇസ് കോൾഡ് ആസ് ദ സെക്കൻഡ് ട്രൈമെസ്റ്റർ. അത് കഴിഞ്ഞുള്ളതാണ് തേർഡ് ട്രൈമെസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് 12 വീക്സ് ഫസ്റ്റ് ട്രൈമെസ്റ്റർ, 13 to 28 വീക്സ് സെക്കൻഡ് ട്രൈമെസ്റ്റർ, പിന്നെ 29 വീക്സ് ആൻഡ് ദർ ഓൺ തേർഡ് ട്രൈമെസ്റ്റർ. ഇനി ഈ ഫസ്റ്റ് ട്രൈമെസ്റ്റർ കഴിയുമ്പോഴത്തേക്കും ഫീറ്റസിൻ്റെ ലെങ്ത്ത് ഏകദേശം 76 മില്ലിമീറ്ററൊക്കെ എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ വെയിറ്റ് ഒരു 28 ഗ്രാംസൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇനി സെക്കൻഡ് ട്രൈമെസ്റ്ററിലാണ് ഈ ഫീറ്റസ് ഒരു റെക്കഗ്നൈസബിൾ ഹ്യൂമൻ ഷേപ്പ് ഒക്കെ അറ്റൈൻ ചെയ്യുന്നത്, അത് പതുക്കെ മൂവ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ട്രൈമെസ്റ്ററിൽ തന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിയേണ്ടി വരും. അതായത് ഒരു 20th to 21st വീക്കിലൊക്കെയാണ് മൂവ്മെൻറ്റ്സ് മദറിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈവൻ ദോ സെക്കൻഡ് ട്രൈമെസ്റ്റർ 13ാമത്തെ ആഴ്ചയിൽ തുടങ്ങുമെങ്കിലും പതുക്കെ മൂവ്മെൻറ്റ്സ് ഫീറ്റസിൻ്റെ ആരംഭിക്കുമെങ്കിലും അത് ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയി മാറുന്നത് ഒരു 20th to 21st വീക്കിലൊക്കെയാണ്, അതായത് 4th മന്തൊക്കെ കഴിയുമ്പോഴത്തേക്ക്. ഈ സമയത്ത് തന്നെ ഈ ബേബി ഒരു റെക്കഗ്നൈസബിൾ ഹ്യൂമൻ ഷേപ്പൊക്കെ അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് തേർഡ് ട്രൈമെസ്റ്ററാണ്. തേർഡ് ട്രൈമെസ്റ്ററിലാണ് ഫീറ്റസ് അതിൻ്റെ ഫൈനൽ വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യുന്നത്. ഈ സമയത്ത് ഫീറ്റസ് വളരെ ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിമച്വർ ഡെലിവറി ഒക്കെ ഉണ്ടായാലും ഈ ഒരു തേർഡ് ട്രൈമെസ്റ്ററിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് അത്ര റിസ്കി അല്ല. ഇനി ഈ തേർഡ് ട്രൈമെസ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ഫീറ്റസ് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ഹെഡ് വജൈനയുടെ അവിടേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് ആയിരിക്കും അത് ഷേപ്പ് അസ്യൂം ചെയ്യുക, അതിൻ്റെ പൊസിഷൻ അസ്യൂം ചെയ്യുക. ഇത് ശരിക്ക് ചൈൽഡ് ബർത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് വജൈനയുടെ അവിടേക്ക് ഫേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ വജൈന. അത് തേർഡ് ട്രൈമെസ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനൊരു പൊസിഷണൽ ചേഞ്ച് ഉണ്ടാകുക. അത് ശരിക്കും പറഞ്ഞാൽ എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ചൈൽഡ് ബർത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഫുൾ ടേം ബേബിയായി. ഇപ്പം അതിൻ്റെ ലെങ്ത് ഒരു 45 to 50 സെൻറ്റിമീറ്ററൊക്കെ ആയിട്ടുണ്ടാവും. വെയ്റ്റ് ഒരു 2800 to 3100 ഗ്രാംസൊക്കെ ആയിട്ടുണ്ടാവും. അതായത് 2.8 to 3.1 kg. ഇനി പറഞ്ഞു ഓരോ ട്രൈമെസ്റ്ററിനും പ്രത്യേകതകളുണ്ട്. അതായത് 7th മന്ത് തുടങ്ങുമ്പോഴൊക്കെ ഒരു പ്രിമച്വർ ഡെലിവറി ഉണ്ടായാൽ ഒരു 20% സർവൈവൽ ചാൻസ് ഒക്കെ ഉള്ളൂ. പക്ഷെ 8th മന്ത് ആവുമ്പോഴാണ് എങ്കിൽ ഒരു 85% ചാൻസ് ഉണ്ട് സർവൈവലിന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് പെട്ടെന്നാണ് വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പെട്ടെന്നാണ് അറ്റൈൻ ചെയ്യുന്നത് 3ാമത്തെ ട്രൈമെസ്റ്ററിൽ. 7th മന്തിൻ്റെ ബിഗിനിങ്ങിൽ ഒരു ഡെലിവറി നടന്ന 20% സർവൈവൽ ചാൻസ് ആണെങ്കിൽ അത് 8th മന്ത് ആകുമ്പോഴത്തേക്കും 85% ഒക്കെ സർവൈവൽ റേറ്റ് കൂടും. അപ്പോൾ ഇതാണ് ജെസ്റ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ ജെസ്റ്റേഷൻ ഇസ് ദ പീരിയഡ് ഓഫ് ഇൻട്രാ യൂട്രൈൻ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തത് പാർച്യൂറിഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് ആണ്. പാർച്യൂറിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രോസസ്സിൽ ഫീറ്റസ് മദറിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ മദറിൻ്റെ യൂട്രസിനകത്തുനിന്ന് എക്സ്പെൽഡ് ആകുന്ന പ്രോസസ്സാണ് പാർച്യൂറിഷൻ. ഈ പ്രോസസ്സിൽ ഫീറ്റസ് മാത്രമല്ല പ്ലാസൻ്റെയും ഫീറ്റൽ മെംബ്രെയിൻസും കൂടി എക്സ്പെൽ ആകുന്നുണ്ട്. അപ്പോൾ ഇതിനെ ലേബർ എന്ന് വിളിക്കും. കാരണം ഇത് നടക്കുന്നത് യൂട്രസിൻ്റെ വയലൻ്റ് ആയിട്ടുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള കൺട്രാക്ഷൻസ് മൂലമാണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ലേബർ ആൻഡ് ദ പെയിൻ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഇസ് കോൾഡ് ആസ് ദി ലേബർ പെയിൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് നടക്കുമ്പോൾ യൂട്രസിൻ്റെ സെർവീക്സ് നല്ലോണം ഡൈലേറ്റ് ചെയ്യും. അങ്ങനെ ഫീറ്റസും പ്ലാസൻ്റെയൊക്കെ അതിലൂടെ എക്സ്പെൽ ആകും. ഇനി എന്താണ് പ്ലാസൻ്റ? പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോയിങ് ഫീറ്റസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടിഷ്യൂ തന്നെയാണ് പ്ലാസൻ്റ. പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടിഷ്യൂ ഓർ ആൻ ഓർഗൻ വിച്ച് വിൽ എസ്റ്റാബ്ലിഷ് എ physical and physiological connection with the mother
ഈ പ്ലാസൻ്റയിലൂടെയാണ് മദറിൻ്റെ ബ്ലഡും ഫീറ്റസിൻ്റെ ബ്ലഡും തമ്മിലുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ന്യൂട്രിയൻസ് ഫീറ്റസ് ഗെയിൻ ചെയ്യുന്നത്, അതുപോലെ ഫീറ്റസിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ് മദേഴ്സ് ബ്ലഡിലേക്ക് കയറുന്നത്. അപ്പം നമുക്ക് പറയാം പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മീറ്റിംഗ് ഗ്രൗണ്ട് ഫോർ ഫീറ്റൽ ബ്ലഡ് ആൻഡ് മെറ്റേണൽ ബ്ലഡ് വെർ ദേ ഡു നോട്ട് മിക്സ് വിത്ത് ഈച്ച് അതർ ബട്ട് they can establish a connection by which they can exchange oxygen, carbon dioxide, nutrients, excretory waste, etc. അപ്പോൾ അതിനെയാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെലിവറിയുടെ സമയത്ത് ഫീറ്റസ് എക്സ്പെൽഡ് ആകുന്നതോടൊപ്പം പ്ലാസൻ്റയും എക്സ്പെൽഡ് ആകും. ഇനി പാർച്യൂറേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ലേബർ, അതിൻ്റെ 3 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പേര് ഡൈലേഷൻ, രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പേര് എക്സ്പെൽഷൻ, മൂന്നാമത്തെ സ്റ്റേജിൻ്റെ പേര് പ്ലാസെൻ്റൽ സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് ഡൈലേഷൻ, ഇത് ലേബറിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഇത് എപ്പോഴാണ് തുടങ്ങുക? ഇറ്റ് സ്റ്റാർട്ട്സ് വെൻ ദ യൂട്രസ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് കൺട്രാക്ഷൻസ്. അത് പെയിൻഫുൾ ആയിട്ടുള്ള കൺട്രാക്ഷൻസ് ആയിരിക്കും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ ലേബർ പെയിൻ. ഇനി ഈ കൺട്രാക്ഷൻസ് ഇൻ്റർമിറ്റൻറ്റ് കൺട്രാക്ഷൻസ് ആയിരിക്കും. ദേ അപ്പിയർ ഇൻ്റർമിറ്റൻ്റ്ലി വിത്ത് എ ഗ്യാപ്പ് ഓഫ് ലെസ് ദാൻ 10 minutes. ഒരു 10 minutesലൊക്കെ താഴെയുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കൺട്രാക്ഷൻസ് ഈ പ്രഗ്നൻറ്റ് വുമൺ എക്സ്പീരിയൻസ് ചെയ്യും. ഇതിനെയാണ് ഈ സമയത്താണ് ഡൈലേഷൻ നടക്കുക. അപ്പോൾ ഈ കൺട്രാക്ഷൻസ് ഒക്കെ തുടങ്ങുന്നത് യൂട്രസിൻ്റെ അപ്പർ പോർഷനിലാണ്. അത് പതുക്കെ പതുക്കെ താഴേക്ക് സ്വീപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി ഈ കൺട്രാക്ഷൻസിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും പതുക്കെ പതുക്കെ കൂടും. അതായത് ആദ്യം 2 പെയിനിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഗ്യാപ്പ് ഒരു 10 minutes ആണെങ്കിൽ ഇനി അത് കുറഞ്ഞു വരും. അപ്പോൾ ദ കൺട്രാക്ഷൻസ് ദ ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും യൂട്രൈൻ സെർവിക്സിൻ്റെ കനാല് പതുക്കെ ഓപ്പൺ ചെയ്യും. അങ്ങനെ യൂട്രൈൻ സെർവിക്സിൻ്റെ ഡയമീറ്റർ കൂടി ഒരു 10 centimeter ഒക്കെ വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് വിച്ച് ഇസ് കോൾഡ് ആസ് ഡൈലേഷൻ, വിച്ച് ലീഡ്സ് ടു ദ ഡൈലേഷൻ ഓഫ് ദ യൂട്രൈൻ സെർവിക്സ്. ഇത് മീഡിയേറ്റ് ചെയ്യുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പോലെയുള്ള ബ്ലഡിലുള്ള സർട്ടൻ ഫാക്ടേഴ്സാണ്. അതേപോലെ ചില ഹോർമോൺസുമാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൈലേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് 6 to 12 hours ഒക്കെ ആകാം. ഇറ്റ് ക്യാൻ വേരി ഫ്രം 6 to 12 hours. നൗ ദ സെക്കൻഡ് സ്റ്റേജ് ഇസ് കോൾഡ് എക്സ്പെൽഷൻ. എക്സ്പെൽഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് ദ ഫീറ്റസ് കംസ് ഔട്ട്. ഇത് എപ്പോഴാണ് തുടങ്ങുക? സെർവിക്സ് ഫുള്ളായിട്ട് ഡൈലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒടുക്കം ദ ബേബി വിൽ ബി ഡെലിവേർഡ്. ഈ സമയത്ത് ഫീറ്റസ് യൂട്രൈൻ സെർവിക്സ് വജൈന വഴി ഫീമെയിൽ അല്ലെങ്കിൽ മദേഴ്സ് ബോഡിയിൽ നിന്ന് പുറത്ത് വരികയാണ് ചെയ്യുക. ഈ സമയത്ത് ഫീറ്റൽ മെംബ്രെയിൻസ് ഒക്കെ റപ്ചർ ചെയ്യും, ആംനിയോൺ റപ്ചർ ചെയ്യും, ആംനിയോട്ടിക് ഫ്ലൂയിഡൊക്കെ ലീക്ക് ചെയ്യും, ആൻഡ് ദാറ്റ് വിൽ ബി ലോസ്റ്റ് ത്രൂ ദ വജൈന. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഫീറ്റൽ മെംബ്രെയിൻസ് റപ്ചർ ചെയ്തു, ആംനിയോട്ടിക് ഫ്ലൂയിഡൊക്കെ ഡ്രെയിൻ ആകാൻ തുടങ്ങി. ഈ ഫീറ്റസിൻ്റെ ഹെഡ് പതുക്കെ ഈ ബർത്ത് കനാലിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ബർത്ത് കനാൽ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ സെർവൈക്സും വജൈനയും കൂടി ചേർന്ന ഭാഗം. അപ്പോൾ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ ഫീറ്റസ് ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ഹെഡ് ഇസ് ഫേസിങ് ഡൗൺവേർഡ്സ് ടുവേർഡ്സ് എ വജൈന. ഈ ബേബിയുടെ ഹെഡ് ആദ്യം എക്സ്പെൽഡ് ആകും. ഹെഡ് ആണ് ആദ്യം പുറത്ത് ഷോ ഓഫ് ചെയ്യുക. അപ്പോൾ ദ ഹെഡ് ഓഫ് ദ ബേബി ഈസ് എക്സ്പെൽഡ് ബൈ പവർഫുൾ കൺട്രാക്ഷൻസ് ഓഫ് ദ യൂട്രസ്. മാത്രമല്ല അബ്ഡോമിനൽ മസിൽസും നല്ലോണം കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കൺട്രാക്ഷൻസ് വഴി ദ ബേബി വിൽ ബി പുഷ്ഡ് ഔട്ട് ഓഫ് ദ യൂട്രസ് ആൻഡ് ദെൻ ത്രൂ ദ വജൈന. ആൻഡ് യൂഷ്വലി ദ ഹെഡ് ഇസ് ഷോൺ ഫസ്റ്റ്. ഹെഡാണ് ആദ്യം പുറത്ത് കാണുക. വൺസ് ഹെഡ് ഇസ് ബോൺ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി വിൽ ഫോളോ മച്ച് ഈസിലി. കാരണം ഹെഡിൻ്റെ ഡയമീറ്ററിനെക്കാട്ടിലും കുറവാണ് ബോഡിയുടെ ബാക്കി ഭാഗം. അതുകൊണ്ട് ഹെഡ് ആദ്യം പുറത്തേക്ക് കണ്ടാൽ പിന്നെ ബാക്കി ഭാഗം കുറച്ചുകൂടി ഈസി ആയിട്ട് പുറത്തു വരും. വെൻ ദ ഫീറ്റസ് ഇസ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ മദർ, അതിനെ ഇനി നമ്മൾ ഫീറ്റസ് എന്ന് വിളിക്കില്ല. ഇറ്റ് ഇസ് കോൾഡ് ആസ് എ നിയോനേറ്റ് ഓർ എ ന്യൂ ബോൺ. ഇനി ഇത് അതിൻ്റെ ഫസ്റ്റ് ബ്രെത്ത് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബ്രീതിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മാറും, സർക്കുലേറ്ററി റീ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടക്കും. അപ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ബ്രീതിങ് നോർമലി. അങ്ങനെ ബ്രീത് ചെയ്യാൻ തുടങ്ങിയ ഉടനെ ഈ ഫീറ്റസിനെയും പ്ലാസൻ്റയിനെയും തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു കോഡുണ്ട്.
ആ കോഡിൻ്റെ പേരാണ് അംബിലിക്കൽ കോഡ്. സോ ദാറ്റ് ഈസ് ടു ബി കട്ട്. അപ്പം അതിന് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ അംബിലിക്കൽ കോഡിനെ 2 സ്ഥലങ്ങളിൽ ക്ലാമ്പ് ചെയ്ത് വയ്ക്കും. ആ ക്ലാമ്പുകളുടെ ഇടയിലായിട്ട് കട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഡിറ്റാച്ച്ഡ്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ എക്സ്പെൽഷനിൽ നടക്കുക. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ വേരി ബിറ്റ്വീൻ 20 to 50 minutes. അപ്പോൾ ആദ്യത്തെ ഡൈലേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് 6 to 12 hours ഒക്കെ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 20 to 50 minutes ഒക്കെ തന്നെ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജാണ് പ്ലാസെൻ്റൽ സ്റ്റേജ്. ഈ പ്ലാസെൻ്റൽ സ്റ്റേജ് നടക്കുന്നത് ബർത്ത് കഴിഞ്ഞ് ഒരു 10 minutesനൊക്കെ ഉള്ളിലാണ്. ഇറ്റ് ക്യാൻ വേരി ബിറ്റ്വീൻ 10 to 45 minutes. ഈ സമയത്ത് യൂട്രസിൻ്റെ കൺട്രാക്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. യൂട്രസ് പിന്നെ കുറച്ചുകൂടി ചെറുതാകാൻ തുടങ്ങും. വൺസ് ദ ബേബി കംസ് ഔട്ട് ദ യൂട്രസ് സ്റ്റാർട്ട്സ് ടു കൺട്രാക്ട് ടു എ സ്മോളർ ആൻഡ് സ്മോളർ സൈസ്. അപ്പോൾ എന്ത് പറ്റും, ഈ യൂട്രൈൻ വാൾസിൻ്റെ ഇടയിലിരുന്ന് പ്ലാസൻ്റ ഞെരുങ്ങും. സോ ദ പ്ലാസൻ്റ വിൽ എക്സ്പീരിയൻസ് എ ഷിയറിംഗ് എഫക്റ്റ് ബിറ്റ്വീൻ ദ വാൾസ് ഓഫ് ദ യൂട്രസ്. അപ്പോൾ എന്ത് പറ്റും, പ്ലാസൻ്റ വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഇംപ്ലാന്റേഷൻ സൈറ്റ്. അപ്പോൾ എന്ത് പറ്റും, ഈ പ്ലാസൻ്റ സെപ്പറേറ്റ് ആകാൻ തുടങ്ങും. അത് ഇറ്റ് കംസ് ഔട്ട്. ഇപ്പോൾ പ്ലാസൻ്റയിൽ നിറയെ ബ്ലഡ് വെസൽസ് ആണ്. സോ ബ്ലീഡിങ് ഉണ്ടാകും. സോ the bleeding which follows delivery of the fetus is usual. It is because of the coming out and rupture of the placenta. പക്ഷേ ഈ ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് ലോസ് ഒരു 350 ml ഒക്കെയാണ് ആവറേജ് വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ ഇറ്റ് വിൽ ലീഡ് ടു കോംപ്ലിക്കേഷൻസ്. ദർ വിൽ ബി ഇൻക്രീസ്ഡ് ബ്ലഡ് ലോസ്. ഇനി അടുത്തത്, ഇത്രയും ഈ 3 പ്രോസസ്സുകളാണ് പാർച്യൂറേഷനിലുള്ളത് അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിലുള്ളത്: ഡൈലേഷൻ, എക്സ്പെൽഷൻ ആൻഡ് പ്ലാസെൻ്റൽ സ്റ്റേജ്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് ഫീറ്റസിൻ്റെ സൈഡിൽ നിന്നുണ്ട്, മദറിൻ്റെ സൈഡിൽ നിന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഫീറ്റസിൻ്റെ സൈഡിൽ നിന്നുള്ള ഹോർമോൺസിനെ നോക്കാം. ഇതിൽ ഫീറ്റസിൻ്റെ ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് CRH, കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അത് ഫീറ്റസിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അടുത്ത ഹോർമോൺ റിലീസ് ചെയ്യും. അതിൻ്റെ പേര് അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. ഈ അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ബ്ലഡിലൂടെ പോയി അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സ് കോർട്ടിസോൾ സെക്രീറ്റ് ചെയ്യും. ഈ കോർട്ടിക്കോൾ is involved in the synthesis of estrogens. ഇപ്പോൾ ഫീറ്റസിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഹോർമോണൽ ട്രിഗർ ഇത് യൂട്രൈൻ കൺട്രാക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് ഓക്സിറ്റോസിനാണ്. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത് ഈ ഫീമെയിലിൻ്റെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് യൂട്രൈൻ സ്മൂത്ത് മസിൽസിൻ്റെ പെരിസ്റ്റാൾട്ടിക് ആയിട്ടുള്ള കൺട്രാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ ഓക്സിറ്റോസിൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ചൈൽഡ് ബർത്ത് ബിക്കോസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ പെരിസ്റ്റാൾട്ടിക് കൺട്രാക്ഷൻസ് ഓഫ് ദ യൂട്രൈൻ സ്മൂത്ത് മസിൽസ്. മാത്രമല്ല അത് പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ റിലീസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. So these prostaglandins are released from the decidua which will stimulate the contractions of the uterus. അപ്പോൾ രണ്ടാമത്തെ ഹോർമോൺ ഓക്സിറ്റോസിൻ. ഈസ്ട്രോജൻസിനും റോളുണ്ട് ഈ യൂട്രൈൻ എൻഡോമെട്രിയത്തിൻ്റെ കൺട്രാക്റ്റൽ ആക്ടിവിറ്റിയിൽ. ഈസ്ട്രോജനും ഓക്സിറ്റോസിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നിവയുടെ റിലീസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ്. അപ്പോൾ ഓക്സിറ്റോസിൻ യൂട്രൈൻ മസിൽസിൻ്റെ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുമാത്രമല്ല ഇത് യൂട്രസിനെ നോർമൽ ടോണിലേക്ക് തിരിച്ചെത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓക്സിറ്റോസിൻ ക്യാൻ ബി കൺസിഡർഡ് ടു ബി ദ ചൈൽഡ് ബർത്ത് ഹോർമോൺ. മറ്റൊരു ഹോർമോണും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റിലാക്സിൻ. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫീമെയിലിൻ്റെ പെൽവിക് ഗർഡിലിൽ ഒരു പ്യൂബിക് സിംഫൈസിസ് ഉണ്ട്, അതിനെ റിലാക്സ് ചെയ്യും. എന്നിരുന്നാൽ മാത്രമേ ഈ വജൈന അല്ലെങ്കിൽ ബർത്ത് കനാൽ നല്ലോണം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദറ്റ് ബോൺ ഇസ് എ പാർട്ട് ഓഫ് ദ പെൽവിക് ഗേർഡിൽ. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കണം, എന്നാലേ ഈ ചൈൽഡ് അല്ലെങ്കിൽ ഫീറ്റസ് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് ഈ പ്യൂബിക് സിംഫൈസിസിനെ റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സോഫൻ ചെയ്യാനായിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ്
റിലാക്സിൻ. അപ്പോൾ ഇത്രയാണ് ചൈൽഡ് ബർത്ത് അല്ലെ പാർച്യൂറേഷൻ. ഇനി 3 ലാക്ടേഷനാണ്. ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ മാമറി ഗ്ലാൻഡ്സ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നതിനെയാണ് ലാക്ടേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് യൂസ് ഫോർ നറിഷിങ് ദ എംബ്രിയോ. ഇനി ഈ മാമറി ഗ്ലാൻഡിനകത്ത് നിറയെ ചെറിയ ചെറിയ സാക്ക് ലൈക്ക് ഗ്ലാൻഡ്സിൻ്റെ, ഈ സാക്ക് ലൈക്ക് ഗ്ലാൻഡ്സിൻ്റെ പേരാണ് ആൽവിയോലൈ. ആൽവിയോലൈയുടെ ഭിത്തിയിലുള്ള സെൽസാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഈ ആൽവിയോലയിൽ നിന്നും അറൈസ് ചെയ്യുന്ന ഡക്റ്റുകളുണ്ട്. ഈ ഡക്റ്റുകളാണ് മിൽക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഈ ഡക്റ്റുകൾക്കൊക്കെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്, അതിൻ്റെ പേര് സൈനസ് എന്നാണ്. അത് താൽക്കാലികമായിട്ട് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പം മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാക്ക് ലൈക്ക് ആയിട്ടുള്ള ആൽവിയോലൈ, അതിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ഡക്റ്റ്, ആ ഡക്റ്റിൽ തന്നെ മിൽക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സൈനസ്. ഇപ്പോൾ ഒരു ഗേൾ പ്യൂബർട്ടിയൊക്കെ എത്തുന്നതിന് മുമ്പ് ബ്രസ്റ്റൊക്കെ സ്മോളായിരിക്കും, അതിൻ്റെ ഇൻറ്റേർണൽ ഗ്ലാൻഡ്സൊക്കെ പുവർലി ഡെവലപ്ഡ് ആയിരിക്കും. പക്ഷേ പ്യൂബർട്ടിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഈസ്ട്രോജൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഈസ്ട്രോജൻ ആണ് ഡക്റ്റിൻ്റെ ഗ്രോത്തിനെയും ബ്രാഞ്ചിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈസ്ട്രോജൻ ആൽവിയോലൈയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഈസ്ട്രോജൻ ഡക്റ്റുകളുടെ ബ്രാഞ്ചിങ് ഗ്രോത്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുക. നേരെ മറിച്ച് പ്രഗ്നൻസിയുടെ സമയത്ത് പ്രഗ്നൻസി ഹോർമോൺ കൂടുതൽ എമൗണ്ടിൽ ഫീമെയിൽ ബോഡിക്കകത്തുണ്ടാകും. അതാരാണ്? പ്രൊജസ്ട്രോൺ. ഇപ്പോൾ ഈ പ്രൊജസ്ട്രോണിൻ്റെ ഇൻഫ്ലുവൻസിൽ ബ്രസ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ മിൽക്ക് ഗ്ലാൻഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ മിൽക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ആൽവിയോലൈയൊക്കെ വെൽ ഡെവലപ്ഡ് ആകാൻ തുടങ്ങും. പക്ഷേ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും മാത്രം പോരാ. A hormone is very important which is called as prolactin that is secreted by the anterior pituitary. ഇത് ഡെലിവറി കഴിഞ്ഞാൽ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. കാരണം പ്രഗ്നൻസിയുടെ സമയത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ പ്രൊലാക്റ്റിൻ്റെ റിലീസിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മിൽക്ക് ഫോർമേഷൻ ഉണ്ടാവില്ല. പക്ഷേ ബർത്തിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവലൊക്കെ താഴും, കാരണം പ്ലാസൻ്റെയൊക്കെ എലിമിനേറ്റ് ആയി. അപ്പോൾ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും പ്രൊലാക്റ്റിൻ്റെ മേലെയുള്ള ഇൻഹിബിറ്ററി എഫക്റ്റ് മാറും. അപ്പോൾ പ്രൊലാക്റ്റിൻ റിലീസ് ചെയ്യാൻ തുടങ്ങും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന്. ഈ പ്രൊലാക്റ്റിൻ ആൽവിയോലൈനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആൽവിയോലൈ മിൽക്ക് സെക്രീറ്റ് ചെയ്യും. ഇതുവരെയും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ആൽവിയോലൈയുടെ ഗ്രോത്ത്, ഡക്റ്റിൻ്റെ ഗ്രോത്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പ്രൊലാക്റ്റിൻ റിലീസ് ചെയ്യുമ്പോൾ അത് മിൽക്ക് സെക്രീഷനാണ് ഉണ്ടാക്കുക. ഇതുകൂടാതെ മറ്റൊരു ഹോർമോണും കൂടെ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് പ്ലാസെൻ്റൽ ലാക്ടോജൻ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാസെൻ്റ. അതും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഈ ആൽവിയോലയ്ക്കകത്താണ് മിൽക്ക് ഫോം ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ആൽവിയോലകത്ത് സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് ആദ്യം ഡക്റ്റിലെത്തണം, എന്നിട്ട് വേണം നിപ്പിളിൽ കൂടെ അത് പുറത്തേക്ക് വരാനായിട്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് മിനിറ്റിലൊന്നും ഇതങ്ങനെ പുറത്തേക്ക് വരില്ല. അങ്ങനെ പുറത്തേക്ക് വരണമെങ്കിൽ ഈ ആൽവിയോലയുടെ ചുറ്റും കുറച്ച് സ്മൂത്ത് മസിൽസ് അടങ്ങുന്ന ടിഷ്യൂ ഉണ്ട്, അത് കൺട്രാക്ട് ചെയ്യണം. അപ്പോൾ ഓരോ ആൽവിയോലാർ ബാഗിന് ചുറ്റും സ്മൂത്ത് മസിൽസ് അടങ്ങുന്ന ഒരു ടിഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കൺട്രാക്ട് ചെയ്താലേ ആൽവിയോലയെ കൺട്രാക്ട് ചെയ്യുള്ളൂ. എന്നിരുന്നാൽ മാത്രമേ ആൽവിയോലയ്ക്കകത്തുള്ള മിൽക്ക് ഡക്റ്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ദ മിൽക്ക് റീച്ചസ് ദ ഡക്ട്സ് ഇറ്റ് ക്യാൻ ബി സക്ഡ് ബൈ ദ ബേബി. ഇതിനെയാണ് നമ്മൾ മിൽക്ക് ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുക. അതായത് ഈ ബേബിയുടെ സക്ലിംഗ് വഴിയാണ് മിൽക്ക് പുറത്തേക്ക് വരുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി ഹെൽഡ് അപ്പ് ഇൻ ദ ആൽവിയോലൈ. അപ്പോൾ ഇത് ശരിക്കൊരു ഹോർമോണൽ റിഫ്ലെക്സുമാണ്, അതേപോലെ തന്നെ ന്യൂറോജനിക് എഫക്റ്റുമാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നതും ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓക്സിറ്റോസിനാണ്. ഏത് ഓക്സിറ്റോസിൻ? യൂട്രൈൻ കൺട്രാക്ഷൻസിനെ സാധ്യമാക്കി ഡെലിവറി നടത്താൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഹോർമോൺ ആയിരുന്നു ഓക്സിറ്റോസിൻ. ഇതേ ഓക്സിറ്റോസിൻ തന്നെയാണ് ആൽവിയോലയ്ക്ക് ചുറ്റുമുള്ള സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്ത് മിൽക്ക് സെക്രീറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, മിൽക്ക് ഡക്റ്റിനുള്ളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓക്സിറ്റോസിന് 2 റോളാണ്, യൂട്രൈൻ കൺട്രാക്ഷൻസും അതേപോലെ തന്നെ മിൽക്ക് ഇജക്ഷൻ. പക്ഷേ മിൽക്ക് പ്രൊഡക്ഷൻ പ്രൊലാക്റ്റിൻ വഴി. പ്രൊലാക്റ്റിൻ ഇസ് സെക്രീറ്റഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ഓക്സിറ്റോസിൻ ഇസ് റിലീസ്ഡ് ബൈ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ ഈ 2 ഹോർമോൺസും വേണം. പ്രൊലാക്റ്റിൻ ഫോർ മിൽക്ക് സെക്രീഷൻ വെറസ് ഓക്സിറ്റോസിൻ ഫോർ മിൽക്ക് ഇജക്ഷൻ. അത് നടക്കുന്നത്
ആൽവിയോലയ്ക്ക് ചുറ്റുള്ള മയോഎപ്പിത്തീലിയൽ സെൽസിൻ്റെ കൺട്രാക്ഷൻ വഴിയാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് ഓക്സിറ്റോസിനാണ്. ഓക്സിറ്റോസിൻ എപ്പോൾ റിലീസ് ചെയ്യും? കുഞ്ഞ് ഇത് സക്കിൾ ചെയ്യുമ്പോൾ. അത് ഒരു ന്യൂറോണൽ മെക്കാനിസമാണ്. അപ്പോൾ ഈ സക്ലിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ശരിക്കും പറഞ്ഞാൽ കുറേ കാലത്തേക്ക് ഓവുലേഷനൊക്കെ ഡിലേ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഓഫ് ദി ഇൻ്റർപ്ലേ ഓഫ് ഹോർമോൺസ്. ഇപ്പം ലാക്ടേഷൻ എത്ര കണ്ടിന്യൂ ചെയ്യുന്നുവോ അത്രയും സമയത്ത് ഈ ഫീമെയിലിൻ്റെ അടുത്ത മെൻസ്ട്രൽ സൈക്കിള് വരാനും ലേറ്റ് ആകാറുണ്ട് യൂഷ്വലി, ലാക്ടേഷൻ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം. ഇതൊക്കെ ഹോർമോൺസിൻ്റെ ഇൻ്റർപ്ലേ വഴി സംഭവിക്കുന്നതാണ്. ഇനി അടുത്തത്, ഇങ്ങനെ മിൽക്ക് സെക്രീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന മിൽക്കിനെ അത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള തിക്ക് വിസ്കസ് ഫ്ലൂയിഡാണ്. അതിൻ്റെ പേര് കൊളസ്ട്രം എന്നാണ്. ഇതൊരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്, കാരണം അതിൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ ദ പ്രോട്ടീൻ ഗ്ലോബുലിൻ, ആൻറ്റിബോഡി റിച്ച് ആയിട്ടുള്ള മിൽക്കാണത്. ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആൻറ്റിബോഡി റിച്ച് ആണ്. എസ്പെഷ്യലി മദറിൻ്റെ ബോഡിയിൽ നിന്ന് IgA ആൻറ്റിബോഡീസൊക്കെ ബേബിക്ക് കിട്ടുന്നത് ഈ കൊളസ്ട്രത്തിലൂടെയാണ്. ഇനി മിൽക്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 2 days ഒക്കെ ആകുമ്പോഴത്തേക്കും മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ മിൽക്കിൽ വാട്ടർ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. മെയിനായിട്ടുള്ള പ്രോട്ടീൻസ് ഒന്ന് ക്യാസീൻ, പിന്നെ ഒന്ന് ലാക്റ്റാൽബുമിൻ, പിന്നെ ഫാറ്റ് ഉണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഏതാണ്? മിൽക്ക് ഷുഗർ അല്ലെങ്കിൽ ലാക്ടോസ് ആണ്. ഈ മിൽക്ക് ശരിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫ്രം ദ ന്യൂട്രിയൻസ് വിച്ച് ആർ സർക്കുലേറ്റിംഗ് ഇൻ ദ ബ്ലഡ് ആൻഡ് വിത്ത് ദ interplay of the hormones prolactin, insulin, growth hormone, cortisol, etc. The breastfeeding, it is very essential for the baby because it contains lots of antibodies by which it develops immunity. അതിൻ്റെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ആൻറ്റിബോഡീസ് കിട്ടാനുള്ളൊരു സോഴ്സാണിത്. അതുകൊണ്ട് തന്നെ ഇൻഫൻസിൻ്റെ സിക്നെസ്, മോർട്ടാലിറ്റി ഇതൊക്കെ വളരെ കുറവായിരിക്കും. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ലാക്ടേഷൻ. അപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞു, ഒരു ന്യൂറോണൽ അല്ലെങ്കിൽ ഹോർമോണൽ മെക്കാനിസമാണ് ഈ മിൽക്കിൻ്റെ ഇജക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ലാക്ടേറ്റിംഗ് മദേഴ്സിന് ഈവൻ ബേബി അടുത്തില്ലെങ്കിലും ദ തോട്ട് ഓഫ് ദ ബേബി അല്ലെങ്കിൽ ദ ക്രൈ ഓഫ് ദ ബേബി വിൽ സ്റ്റിമുലേറ്റ് ഇറ്റ്സ് ബ്രെയിൻ സോ ദാറ്റ് മിൽക്ക് വിൽ ബി ഇജക്റ്റഡ് ഓട്ടോമാറ്റിക്കലി. വെറുതെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ടാൽ പോലും ഈവൻ വിത്തൗട്ട് സക്ലിംഗ് മിൽക്ക് ക്യാൻ ബി ഇജക്റ്റഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി hypothalamus and the posterior pituitary, thereby releasing oxytocin. So this finishes the processes involved in human reproduction, pregnancy, gestation, parturition and lactation.